സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നമ്മളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനുമായി ആൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കൃപയുടെ ഈ സമയം കർത്താവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ലോകം മുഴുവനും വേണ്ടി ദൈവം കാൽവരിയിൽ കരുണ ചൊരിഞ്ഞ സമയം. ത്രമാത്രം സ്നേഹത്തോടെ, ത്രമാത്രം കാരുണ്യത്തോടെ മനുഷ്യവംശത്തെ ചേർത്ത് പിടിച്ച ദൈവം. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനിലും കർത്താവിൻ്റെ കരുണ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം നമ്മൾ ഏത് അവസ്ഥയിൽ ഈ നിമിഷം വരെ ആയിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. അതുകൊണ്ടാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ വലിയ യോഗ്യതയാൽ കർത്താവേ നിൻ്റെ കരുണ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ വളരെ പ്രധാനമായും ചിന്തിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പെന്തക്കോസ്ത് തിരുനാളിന് ഒരുക്കമായി നമ്മെ തന്നെ ഒരുക്കുന്ന ഈ ഒരു കാലയളവിൽ വളരെ പ്രത്യേകമായി നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, കർത്താവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുവാനും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ആ ഒരു വലിയ കൃപ ലഭിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നവരായി മാറുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സാമുവേലിൻ്റെ പുസ്തകം 2 സാമുവേലിൽ 1 സാമുവേലും 2 സാമുവേലും നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന ഒരു വ്യക്തിത്വമാണ് ദാവീദ് രാജാവ്. ഇസ്രായേൽ വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു രാജാവ്. അതിനേക്കാൾ ഉപരിയായി വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തോട് അത്രമാത്രം അനുരൂപനായിരുന്ന വ്യക്തി. എ മാൻ ക്ലോസ് ടു ഹിസ് ഹാർട്ട്, ക്ലോസ് ടു ഗോഡ്സ് ഹാർട്ട്. അപ്രകാരമായിരുന്നു ദാവീദ് രാജാവിനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. എന്തുമാത്രം കൃപകളും അഭിഷേകവും ഒക്കെ ലഭിച്ച വ്യക്തിയാണെങ്കിലും ഒരു നിമിഷം അവൻ സാധാരണ വലിയ കെണിയിലേക്ക് അകപ്പെട്ടു പോവുകയാണ്. കർത്താവിൻ്റെ ആ ഒരു വലിയ കാരുണ്യവും കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഒരു നിമിഷം മറന്നു പോകുമ്പോൾ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് അവൻ വീണു പോവുകയാണ്. 2 സാമുവേൽ 11-ാം അധ്യായത്തിൽ പാപം ചെയ്യുന്ന ദാവീദ് രാജാവിനെ കാണുന്നു. അവൻ്റെ ഒരു പാപം മറയ്ക്കുവാനായി അവൻ ഒത്തിരിയേറെ പാപങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. നിലനിൽക്കുവാനായിട്ട് ഒരു കള്ളം മറച്ചു വെച്ച് മറ്റൊരു കള്ളം കൊണ്ട് അതിനെ മൂടി വീണ്ടും വീണ്ടും പാപത്തിൻ്റെ ഒരു വലിയ ചങ്ങല തീർക്കുന്ന ദാവീദ് രാജാവിനെ കാണാൻ സാധിക്കും. അതിനുശേഷം നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ മുൻപിൽ വന്നു കഴിഞ്ഞ് അവൻ ചെയ്ത കുറ്റങ്ങൾ അവനോട് പറയുകയാണ്.
ഒരു ഉപമയുടെ രൂപത്തിൽ അവനോട് പറയുമ്പോൾ അവൻ കേൾക്കുന്ന പാടെ വളരെ ക്രുദ്ധനായി പറയുകയാണ്, ആരാണ് ഇത്രമാത്രം ക്രൂരത ചെയ്തവൻ? ആരാണ് ഇത്രമാത്രം ക്രൂരത ചെയ്തത്? അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നാഥാൻ പ്രവാചകനിലൂടെ ദാവീദ് രാജാവിനോട് പറയുന്നത്, ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെ. പ്രവാചകനാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ്. എങ്കിലും ഒരു ഭയമോ പേടിയോ ഒന്നുമില്ലാതെ രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയുവാനായിട്ടുള്ള വലിയ ശക്തി നാഥാൻ പ്രവാചകനുണ്ടായിരുന്നു. ദാവീദ് രാജാവാണ്. രാജാവ് എന്ത് വിചാരിക്കും? ദാവീദിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാജാവിൻ്റെ ആ ഒരു വലിയ കാര്യത്തിന് എതിരായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തല പോകാൻ സാധ്യതയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം അവനെ പ്രേരിപ്പിച്ചത്, പരിശുദ്ധാത്മാവ് അവനെ പ്രേരിപ്പിച്ചത് ശക്തമായി അവൻ്റെ തെറ്റുകൾ തിരുത്തുവാനായിട്ട് അവനെ പ്രേരിപ്പിക്കുക. നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ദാവീദ് രാജാവാണ് ഇത്രമാത്രം ക്രൂരകൃത്യം ചെയ്തത് എന്ന് അവൻ്റെ മുഖത്ത് നോക്കി നാഥാൻ പ്രവാചകൻ പറഞ്ഞപ്പോൾ ദാവീദിൻ്റെ തെറ്റുകൾ അവന് മനസ്സിലായി. അവൻ്റെ തെറ്റുകൾ മനസ്സിലായി. അവൻ രാജാവാണ്, എല്ലാ അധികാരവുമുണ്ട്, എല്ലാ സൈന്യാധിപന്മാരുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ അവൻ തിരിച്ച് നാഥാൻ പ്രവാചകനെ ഓടിച്ചു വിടുന്നതിനേക്കാളും ഉപരിയായിട്ട് അവൻ ചെയ്യുന്നത് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് അവൻ വിലപിക്കുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 51 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അത് കണ്ണുനീരോടെ വേണം വായിക്കാൻ. ദാവീദ് രാജാവ് അവൻ പാപം ചെയ്തതിന് ശേഷം നാഥാൻ പ്രവാചകൻ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി അവൻ നെഞ്ചുരുകി കർത്താവിനോട് കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. കർത്താവെ കനിയണമേ. അവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം, കർത്താവെ ഞാൻ അങ്ങയുടെ മുമ്പിൽ പാപം ചെയ്തു പോയി, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. കർത്താവെ ഞാൻ അങ്ങയുടെ മുമ്പിൽ പാപം ചെയ്തു പോയി, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ഇത്രയും നാളും അവൻ ദൈവത്തിന് അനുരൂപരായി ജീവിച്ചതും ഏറ്റവും ശക്തനായി പെരുമാറിയതുമൊക്കെ ദൈവത്തിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കരം അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ആ ഒരു വലിയ ആത്മാവിൻ്റെ വലിയ ഒരു സവിശേഷതകൾ അവൻ നഷ്ടമാവുകയാണ്. അതുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞാൻ നിൻ്റെ മുമ്പിൽ പാപം ചെയ്തു പോയി, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണ ലഭിക്കാനായിട്ട് നെഞ്ചുരുകി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നവനാണ് നമ്മുടെ ദൈവം. കാരണം അത്രമാത്രം കാരുണ്യവാനായ ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. അതുകൊണ്ട് ദാവീദ് രാജാവ് കരഞ്ഞപേക്ഷിച്ചപ്പോൾ അവനെ ആശ്വസിപ്പിച്ചതുപോലെ ബൈബിളിൻ്റെ താളുകൾ മറിച്ച് നോക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം എപ്രകാരമാണ് മനുഷ്യവംശത്തോട് കരുണ കാണിച്ചത്. അവസാനം യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ കരുണ എപ്രകാരമാണ്, എന്തുമാത്രമാണ് ദൈവം മനുഷ്യവംശത്തോട് കരുണ കാണിക്കുന്നതെന്ന് ലോകത്തിന് മനസ്സിലായി. വീണ്ടും ഇന്നും ദൈവം മനുഷ്യവംശത്തോട് കരുണ കാണിക്കുന്നത് ഇതാ ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ടാണ്. നമുക്കും പ്രാർത്ഥിക്കാം. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം ദാനമായിട്ട് നൽകിയ പരിശുദ്ധാത്മാവ്, സഹായകനായ പരിശുദ്ധാത്മാവ്, നമുക്ക് വേണ്ടി വാദിക്കുന്നവനായ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് ബോധപൂർവം നടന്നു പോകുമ്പോഴാണ്. നമ്മളെ എപ്രകാരം വിഴുങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സാത്താൻ കെണിയൊരുക്കി അലറുന്ന സിംഹത്തെ പോലെ കാത്തിരിക്കുമ്പോൾ അവൻ്റെ കെണിയിൽ വീഴാതിരിക്കുവാൻ വിവേകമെന്ന പുണ്യം, ദൈവിക ജ്ഞാനത്താൽ നിറയാനായിട്ടുള്ള പുണ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് തരുന്നത് വലിയ കാര്യമാണ്. കർത്താവിൻ്റെ കാരുണ്യം എപ്രകാരമാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വെക്കേണ്ടതെന്നൊക്കെ നമുക്ക് ബോധ്യം നൽകുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ആദിമസഭയിൽ ഈ ഒരു വലിയ ബോധ്യം ലഭിച്ച ശിഷ്യന്മാർ പിന്നീട് തിരിഞ്ഞു നോക്കുന്നില്ല. കൂടുതൽ ശക്തിയോടെ ധീരതയോടെ കർത്താവിനെ പ്രഘോഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു വലിയ ബോധ്യത്തോടെ പന്തക്കുസ്താ തിരുനാളിന് ഒരുക്കമായി പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് കർത്താവെ ആത്മാവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, ആത്മാവിനാൽ പൂരിതരായി കഴിയുമ്പോൾ
ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കരുതലും എന്നോട് എന്തുമാത്രമുണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം ഈ ആരാധനയുടെ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിയോഗങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിക്കാം. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഓരോ പാപിക്കും അർഹതപ്പെട്ടതാണ് കർത്താവിൻ്റെ കാരുണ്യം. ആ ഒരു വലിയ ബോധ്യത്തോടെ എല്ലാവരും ദൈവത്തിൻ്റെ കാരുണ്യം തിരിച്ചറിയുവാനും കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ അർപ്പിച്ച ഈ പ്രാർത്ഥനകൾ കർത്താവെ കഠിന പാപികളുടെ മാനസാന്തരത്തിനും എല്ലാവരും നിന്നെ അറിഞ്ഞുകൊണ്ട് നിൻ്റെ കാരുണ്യത്തിൽ അഭയം പ്രാപിക്കാൻ കർത്താവെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ നിമിഷം ദിവ്യകാരുണ്യനാഥ നിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബജീവിതത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാം അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആളുകൾ ഞങ്ങളെ ഓരോ രീതിയിൽ സഹായിക്കുന്നവരുണ്ട്. എല്ലാവരെയും നിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ രോഗികളായിട്ടുള്ളവരുണ്ട്, പല വിധത്തിലെ കഷ്ടതകളും വേദനകളും നൊമ്പരങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാനും സ്നേഹിക്കാനൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. പല രീതിയിൽ തടസ്സങ്ങൾ, ജീവിത സാഹചര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട്. നല്ല തീരുമാനങ്ങളെടുക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാവരെയും കർത്താവെ നിൻ്റെ കരുണയുടെ കീഴിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മധ്യത്തിലായി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നല്ല തമ്പുരാനെ നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിച്ച് വണങ്ങുന്നു. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 പരിശുദ്ധ പരമമാ